മാധ്യമങ്ങളോട് ക്ഷുഭിതനായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ശബരിമലയിലെ താഴികക്കുടം ഇളക്കിയ സംഭവത്തിൽ മാധ്യമങ്ങൾ സമാന്തര അന്വേഷണം നടത്തേണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. താഴികക്കുടത്തെപ്പറ്റി മാധ്യമങ്ങൾ അന്വേഷിക്കേണ്ടെന്നും അന്വേഷണ സംഘം അതൊക്കെ അന്വേഷിക്കുമെന്നും PS പ്രശാന്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഗോകുൽ രമേശ് ചേരുന്നു. ഗോകുൽ, ശബരിമലയിലെ താഴികക്കുടവും കേടുപാടുകൾ പറ്റി എന്ന് പറഞ്ഞ് 2017 തന്നെ താഴെ പമ്പയിലേക്ക് എത്തിച്ചതാണ്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കാണ് അസഹിഷ്ണുത പ്രകടിപ്പിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. എന്തായാലും മാധ്യമങ്ങൾ ഇതിന്മേലൊരു സമാന്തര അന്വേഷണം നടത്തണ്ട, അത് മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥർ അത് നടത്തിക്കൊള്ളുമെന്നുള്ള രീതിയിലുള്ള ഒരു മറുപടിയാണല്ലോ PS പ്രശാന്തിന്റെ ഭാഗത്തു നിന്നും വന്നത്. അദ്ദേഹത്തിന്റെ ഈ അസഹിഷ്ണുതയ്ക്കുള്ള ഒരു കാരണവും എന്താകാം? രോഹിണി, എന്തായാലും ഈ സ്വർണ്ണക്കവർച്ചയിൽ തുടർച്ചയായിട്ടുള്ള ആരോപണങ്ങൾ തെളിവുകൾ സഹിതം പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് താഴികക്കുടവും ഇത്തരത്തിൽ സന്നിധാനത്തിന് പുറത്തേക്ക് എത്തിച്ചു എന്നുള്ള വാർത്ത ജനം TV രാവിലെ പുറത്തുവിടുകയുണ്ടായത്. അതുമായി ബന്ധപ്പെട്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ചോദ്യങ്ങൾ ചോദിച്ചത്. അതായത് ഈ താഴികക്കുടം ഇത്തരത്തിൽ 2017 സന്നിധാനത്ത് നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ള വിവരം പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ അങ്ങേക്ക് ലഭ്യമാണോ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രതികരണം ആരാഞ്ഞപ്പോഴാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളോട് ക്ഷുഭിതനായിട്ടുള്ള പ്രതികരണം അദ്ദേഹം നടത്തുകയുണ്ടായത്. പ്രധാനമായിട്ടും മാധ്യമങ്ങൾ ഈ കാര്യം അന്വേഷിക്കേണ്ടതില്ല, സമാന്തരമായിട്ടുള്ള അന്വേഷണം മാധ്യമങ്ങൾ നടത്തേണ്ടതില്ല എന്നുള്ള ഒരു പ്രതികരണമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. കോടതിയുടെ നിർദ്ദേശവും അതുതന്നെയാണ്, അത് പാലിക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്നും അതോടൊപ്പം തന്നെ സമാന്തര അന്വേഷണം നടത്തേണ്ടതില്ല, പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണത്തിന് നിയോഗിച്ചിട്ടുള്ള അന്വേഷണ സംഘം ഈ താഴികക്കുടം അടക്കമുള്ള വിഷയങ്ങൾ കൂടി അന്വേഷിച്ചോളും എന്ന തരത്തിലൊരു പ്രതികരണമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ താഴികക്കുടമായാലും അതോടൊപ്പം തന്നെ സ്വർണ്ണപ്പാളികളായാലും എല്ലാം തന്നെ അന്വേഷണ സംഘം അന്വേഷിച്ചോളും, മാധ്യമങ്ങൾ അന്വേഷിക്കേണ്ടതില്ല എന്നുള്ള ഒരു ധാർഷ്ട്യപരമായിട്ടുള്ള ഒരു പ്രതികരണമാണ്, മറുപടിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ലഭ്യമാകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 2017 ഈ താഴികക്കുടം ശബരിമലയിൽ നിന്നും മാറ്റിയതായിട്ടുള്ള വിവരങ്ങൾ അറിയുന്നത്. അറ്റകുറ്റപ്പണിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശബരിമലയിൽ നിന്നും താഴികക്കുടങ്ങൾ മാറ്റുകയുണ്ടായത്. 2017 ജൂൺ 25 ശബരിമലയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുണ്യദർശനം എന്ന് പറയുന്ന ആ ഒരു പ്രസിദ്ധീകരണത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ശബരിമലയിലെ താഴികക്കുടങ്ങൾ പമ്പയിൽ എത്തിച്ചു എന്നുള്ളതാണ് അത് പറയുന്നത്. അതിന് പ്രകാരമാണെങ്കിൽ അത് ദേവസ്വം മാനുവലിനടക്കം വിരുദ്ധമായിട്ടുള്ള നടപടിയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. കാരണം അറ്റകുറ്റപ്പണിക്കാണെങ്കിൽ പോലും ഈ താഴികക്കുടം പുറത്തേക്ക് കൊണ്ടുവരാൻ, സന്നിധാനം വിട്ട് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പാടില്ല, സന്നിധാനം പരിസരത്തിരുന്നു കൊണ്ട് തന്നെ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ. അതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് പമ്പയിലേക്ക് എത്തിച്ചു എന്നുള്ള വാർത്ത വന്നിരിക്കുന്നത്. എന്തായാലും ഈ മറ്റ് സ്വർണ്ണഭാഗങ്ങൾ അല്ലെങ്കിൽ ഈ സ്വർണ്ണപ്പാളി അടക്കമുള്ള ഭാഗങ്ങൾ ഇത്തരത്തിൽ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ടാണ് സന്നിധാനത്ത് നിന്ന് മാറ്റിയത്. അത് പിന്നീട് ഏതൊക്കെ വഴി സഞ്ചരിച്ചു, എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓരോ ദിവസവും ഇങ്ങനെ അറിഞ്ഞുകൊണ്ടേയിരുന്നതാണ് നമ്മൾ മലയാളികൾ, പൊതുസമൂഹം. എന്തായാലും താഴികക്കുടവും ആ രീതിയിൽ സന്നിധാനത്ത് നിന്ന് മാറ്റി എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിൻ്റെ പ്രതികരണമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ വിധത്തിൽ മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തേണ്ടതില്ല, അതുമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതില്ല എന്നുള്ളൊരു രീതിയിലൊരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് മാത്രമല്ല, ഈ സ്വർണ്ണപ്പാളി വിവാദത്തിലടക്കം, ഈ അന്വേഷണത്തിലടക്കം പൂർണ്ണമായിട്ടും ഉദ്യോഗസ്ഥരുടെ മേൽ ഈ കുറ്റങ്ങളൊക്കെ കെട്ടിവെക്കുന്ന ഒരു രീതിയിലൊരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഉദ്യോഗസ്ഥർ തന്നെയാണ് അതിനുള്ള ഉത്തരവാദികളെന്നും അത് അവർക്കെതിരായിട്ട് കൃത്യമായിട്ട് നടപടി ഉണ്ടാകും. പ്രത്യേകിച്ച് ഇപ്പോൾ മുരാരി ബാബു എന്ന് പറയുന്ന അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ടുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മുരാരി ബാബുവിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല, കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും. 14-ാം തീയതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ യോഗം ചേരാനിരിക്കുകയാണ്. ആ യോഗത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് നടപടി ഉണ്ടാകുമെന്നും PS പ്രശാന്ത് ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഈ ഉദ്യോഗസ്ഥ തലത്തിൽ കെട്ടിവെച്ച്, അവരുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് തലയൂരാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നടത്തുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിച്ചു, ഉദ്യോഗസ്ഥ തലത്തിൽ അങ്ങനെ വീഴ്ച ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഉത്തരവാദി ദേവസ്വം ബോർഡ് അധികൃതർ തന്നെയല്ലേ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഉദ്യോഗസ്ഥരുടെ തലത്തിൽ വീഴ്ചയുണ്ട് എന്ന് പറയുമ്പോൾ പോലും അവരെ നിയന്ത്രിക്കുന്ന അധികാരികൾക്ക്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള അധികാരികൾക്ക് അതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറയുന്നതിൽ പൊരുത്തക്കേടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിന് ഉണ്ട് എന്ന് അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുകയും ഒക്കെ തന്നെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിൽ പൊരുത്തക്കേടുകൾ നിറഞ്ഞ ധാർഷ്ട്യപരമായിട്ടുള്ളൊരു പ്രതികരണം തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും ഈ താഴികക്കുട വിഷയത്തിലും അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണപ്പാളി
സ്വർണ്ണ കവർച്ച വിഷയത്തിലുമൊക്കെ തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ വിഷയങ്ങളിൽ നേരത്തെ ഇത്തരത്തിൽ സമാനമായി തന്നെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് വിട്ടുമാറി നിൽക്കുന്ന ഒരു നിലപാടായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വീകരിച്ചിരുന്നത്. എന്തായാലും ഇന്നിപ്പോൾ പമ്പയിൽ അദ്ദേഹം പമ്പയിൽ വെച്ചിട്ടാണ് ഈ പ്രതികരണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. ഈ ഔദ്യോഗിക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ആരംഭിക്കുകയാണ്. അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എന്നും കൂടുതൽ കള്ളങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ പുറത്തു വരേണ്ടതുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കള്ളി വെളിച്ചത്താകേണ്ടതുണ്ട് എന്ന നിലയിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ കള്ളനാണ് എന്നും കാലാകാലങ്ങളായി തുടർന്നു വന്നിട്ടുള്ള ദേവസ്വം ബോർഡ്, അതായത് ഈ ദേവസ്വം ബോർഡ് ഉൾപ്പെടെ അയാളെ വിശ്വസിക്കുന്നതിൽ തെറ്റുപറ്റിയെന്നും അദ്ദേഹം PS പ്രശാന്ത് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പൂർണ്ണമായിട്ടും ഒരു ദുരൂഹമായിട്ടുള്ള സംഭവ വികാസങ്ങൾ തന്നെയാണ് ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഗൂഢാലോചനപരമായിട്ടുള്ള സ്വർണ്ണ കവർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ താഴികക്കുടം, അവിടെ നിന്ന് മാറ്റിയ താഴികക്കുടത്തിൻ്റെയും സ്വർണ്ണം ഏതെങ്കിലും രീതിയിൽ മാറ്റപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ഇനി അന്വേഷണ വിധേയമായിട്ട് എത്രയും പ്രധാനപ്പെട്ടതായിട്ട് പുറത്തു വരേണ്ടത്. പമ്പയിൽ എത്തിച്ചു എന്ന് പറയുമ്പോൾ പോലും പമ്പയിൽ നിന്ന് അത് പമ്പ വിട്ട് പുറത്തേക്ക് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി അന്വേഷണ പരിധിയിലേക്ക് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ഇന്നു മുതൽ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. രോഹിണി. ശരി ഗോകുൽ, മാധ്യമങ്ങളോട് എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ക്ഷുഭിതനായിരിക്കുകയാണ്. താഴികക്കുടത്തിന്റെ കാര്യം ചോദിച്ചപ്പോൾ ഈ താഴികക്കുടം ഇളക്കിയ സംഭവത്തിൽ മാധ്യമങ്ങൾ സമാന്തര അന്വേഷണം നടത്തണ്ട എന്നും അത് അന്വേഷണ സംഘം അതൊക്കെ അന്വേഷിച്ചുകൊള്ളുമെന്നുമാണ് PS പ്രശാന്ത് പറഞ്ഞത്. എന്തായാലും ഈ ഓരോ ദിവസവും പുറത്തു വരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കള്ളത്തരങ്ങൾ പൊളിയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ അസ്വസ്ഥത, അതുമൂലമാണോ മാധ്യമങ്ങളോടക്കം ക്ഷുഭിതനാകുന്നത് എന്നുള്ള കാര്യവും സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ്. എന്തായാലും അന്വേഷണ സംഘം അന്വേഷിക്കട്ടെ, കൃത്യമായ വിവരങ്ങൾ തന്നെ പൊതുസമൂഹത്തിലേക്ക് എത്തട്ടെ എന്ന് തന്നെ നമുക്കും പ്രത്യാശിക്കാം. ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകിയത്.